മൂന്നാർ മച്ചൻസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നലെ ട്വിറ്ററിലൊക്കെ ആണെങ്കിൽ ഭയങ്കര ഓളം ഉണ്ടാക്കിയ ഒരു സംഭവം ഉണ്ടായിരുന്നു. സോഷ്യൽ മീഡിയ ഫുള്ള് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൃശ്യം 3 ആദ്യം ഇറങ്ങുന്ന ഹിന്ദിയിലായിരിക്കുമോ എന്നും പറഞ്ഞൊരു വലിയൊരു ചർച്ച തന്നെയാണ് ഇന്നലെ നടന്നിരുന്നത്. എന്തായാലും ആ ഒരു കാര്യത്തിന് നമ്മുടെ ജിത്തു ജോസഫ് തന്നെയാണെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും ദൃശ്യം 3 എന്ന് പറയുന്ന സിനിമ ആദ്യം ഇറങ്ങുന്നത് ഹിന്ദി വെർഷൻ ആയിരിക്കത്തില്ല, ഉറപ്പായിട്ടും മലയാളം വെർഷൻ തന്നെ ആയിരിക്കും ഇറങ്ങുന്നതെന്ന് പുള്ളി ഒഫീഷ്യലായിട്ട് തന്നെ ഏതായാലും പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടപ്പോഴത്തേക്ക് ശരിക്കും നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു സംഭവം ഉണ്ടായത്. കാരണം എന്തൊക്കെ പറഞ്ഞാലും അത് റീമേക്കാന്ന് പറഞ്ഞാലും നമ്മുടെയാണ് സംഭവം, നമ്മുടെയാണ് ആ സിനിമ. നമ്മൾ കണ്ടതിന് ശേഷമാണ് ബാക്കി ഇൻഡസ്ട്രിയിലേക്ക് അത് റീമേക്ക് ചെയ്ത് പോയി. അങ്ങനെയാണ് അത് അവിടെയൊക്കെ ഇറങ്ങിയത്. അല്ലാതെ അത് അവരവരുടെ ഇൻഡസ്ട്രി വന്നാലേ അത് ഭയങ്കര റീച്ച് കിട്ടത്തുള്ളൂ, അങ്ങനെയൊന്നുമില്ല. നമ്മുടെ പടമാണ് അത്. വേറെ ആരെന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ തന്നെയാണ് ആ സംഭവം. എന്തായാലും ഈ ഒരു ന്യൂസ് വന്നതിന് ശേഷം ഫാൻസ് ആണെങ്കിലും ദൃശ്യം സിനിമകളുടെയൊക്കെ ഒരു പ്രത്യേക ഒരു ഫാൻ ബേസ് ഉണ്ട്. അവർക്കാണെങ്കിലും എല്ലാവർക്കും സന്തോഷമായിട്ടുണ്ട്. ഈ സിനിമയെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന സിനിമയാണ്. പാർട്ട് 1 ആയിരുന്നെങ്കിലും പാർട്ട് 2 ആണെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടാഴികയായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. രണ്ട് പാർട്ടും ഒന്നിനൊന്നിനും മെച്ചമായിട്ടുള്ള രീതിക്കാണ് ഉണ്ടായിരുന്നത്. എന്തായാലും ഈ 3 വരാൻ പോകുന്ന 3 പാർട്ടും കിടിലമായിരിക്കും എന്നുള്ള കാര്യത്തിന് ഒരു ഡൗട്ടും വേണ്ട. ദൃശ്യം 3യുടെ ആണെങ്കിൽ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഇപ്പം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും പടം നല്ല രീതിക്ക് തന്നെ വരട്ടെ. ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും പോലെ തന്നെ ഒരു കിടിലൻ സിനിമ തന്നെ ആകട്ടെ. പിന്നെ ആരൊക്കെയാണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്തായാലും ഈ ഒരു പടത്തിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്.